യെസ് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള കോംപ്രിഹെൻസീവ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ ഒരു കോസ്റ്റ് ഫംഗ്ഷനും പ്രൈസ് ഫംഗ്ഷനൊക്കെ തന്ന് ഡിഫറൻസിയേഷനൊക്കെ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ്, അതുപോലെ തന്നെ MC=MR ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു അല്ലേ. സോ ചാപ്റ്ററിൻ്റെ അകത്തുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തതാണ്, ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ. ഇനി അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Bajaj Limited is a monopolist and can effectively segment the market into two sub-market with the demand functions. Then പ്രൈസ് ഡിമാൻഡ് ഫംഗ്ഷൻസിൽ നമ്മൾ P1 ഈസ് ഈക്വൽ ടു, അതായത് ഡിമാൻഡ് പ്രൈസ് ഫംഗ്ഷൻ തന്നുള്ളത് P1 ഈസ് ഈക്വൽ ടു, അതായത് P1 മീൻസ് മാർക്കറ്റ് വണ്ണിലെ പ്രൈസ്. ഓക്കെ, P1 ഈസ് ഈക്വൽ ടു 300 മൈനസ് 2Q1. Q1 എന്ന് പറയുമ്പോൾ മാർക്കറ്റ് വണ്ണിൻ്റെ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ പ്രൈസ് 2 ഈസ് ഈക്വൽ ടു P2 ഈസ് ഈക്വൽ 200 മൈനസ് 2Q2. ഓക്കെ, ഇനി ഇഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം പോസിബിൾ പ്രോഫിറ്റ് ദാറ്റ് ക്യാൻ ബി ഏൺഡ് ബൈ ദ മൊണോപ്പൊളിസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഈ മൊണോപ്പൊളിസ്റ്റിന് മാക്സിമം പ്രോഫിറ്റ് എത്രയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആണെങ്കിൽ, അതായത് മാർക്കറ്റ് വണ്ണിലും മാർക്കറ്റ് ടൂവിലും ഡിഫറൻറ്റ് പ്രൈസ് അദ്ദേഹത്തിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും മാക്സിമം പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ് അല്ലേ. ഇനി ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ദറ്റ് ഈസ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ പ്രൈസ് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതിന് നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ രണ്ട് മാർക്കറ്റിലെ റവന്യൂ കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യാൻ നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് അത്, ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു അസംഷൻ എടുക്കേണ്ടി വരും. ഒരു TC ഈക്വൽ ടു ഏതെങ്കിലും ഒരു എന്ത് ചെയ്യാം, ഒരു കോസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് അസംഷനായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിവിടെ നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ആൻസർ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നോക്കാം മാർക്കറ്റ് വൺ അല്ലേ. സോ ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ സമയം വളരെ കുറച്ച് മതിയാവും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിലോട്ട് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം എഴുതിയെടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ നോക്കാം മാർക്കറ്റ് വണ്ണിൽ പ്രൈസ് ഫംഗ്ഷൻ 300 മൈനസ് 2Q1 അല്ലേ. അപ്പോൾ പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ ദെൻ ടോട്ടൽ റവന്യൂ ഓഫ് ദ മാർക്കറ്റ് വൺ വിൽ ബി എന്തായിരിക്കും, ഈ പ്രൈസ് ഫംഗ്ഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ, ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മാർക്കറ്റ് വൺ Q1 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 300 ഇൻറ്റു Q1 എന്ന് പറയുമ്പോൾ 300 Q1 വരും. ദെൻ 2Q1 ഇൻറ്റു Q1 ചെയ്യുമ്പോൾ 2Q1 സ്ക്വയർ വരും അല്ലേ. സോ Q1 ഇൻറ്റു Q1 എന്ന് പറയുമ്പോൾ സ്ക്വയർ വരും. അപ്പോൾ ഇതാണ് ടോട്ടൽ റവന്യൂ ഓഫ് ദി മാർക്കറ്റ് വൺ. അതേപോലെ തന്നെ മാർക്കറ്റ് 2 നോക്കുകയാണെങ്കിൽ അവിടെയും പ്രൈസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് P2 = 200 മൈനസ് 2Q2. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി 2 കൊണ്ട് സെക്കൻഡ് മാർക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ Q2 എന്ന് വിളിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് അതുകൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ 200 ഇൻറ്റു Q2 200 Q2 എന്ന് കിട്ടും. 2Q2 ഇൻറ്റു Q2 എന്ന് വരുമ്പോൾ നമുക്ക് അവിടെ 2Q2 സ്ക്വയർ കിട്ടും. ഓക്കെ അല്ലേ. യെസ്, അപ്പോൾ TR ഓഫ് മാർക്കറ്റ് വണ്ണും TR ഓഫ് ദി മാർക്കറ്റ് 2ഉം കിട്ടി. ഇനി മാക്സിമം പ്രോഫിറ്റ് എപ്പോഴാണ് നമ്മൾ അച്ചീവ് ചെയ്യുക, MR = MC അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓരോ മാർക്കറ്റിൻ്റെ MR നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് മാർക്കറ്റിലെ മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കണം. സോ ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ദെൻ ഏതൊരു ഫംഗ്ഷനും ടോട്ടൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ മാർജിനിലോട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻസിയേഷൻ എടുക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, മാർജിനൽ റവന്യൂ ഓഫ് ദി മാർക്കറ്റ് വൺ 300 Q1 ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 300 കിട്ടും. ദെൻ 2Q1 സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ 2 ആദ്യം എടുക്കുക, 2 ആദ്യം എടുത്ത് എഴുതുക, എന്നിട്ട് Q2ൻ്റെ ഡിഫറൻസിയേഷൻ അല്ലേ. സോ d/dx ഓഫ് x² എന്താണ് നമുക്കറിയാം, 2x ആണ് അല്ലേ. അതുപോലെ തന്നെ d/dx ഓഫ് 2x² എന്താണ്, 2 ഇൻറ്റു x² ഡിഫറൻസിയേഷൻ 2x അങ്ങനെയല്ലേ വരാം. അപ്പോൾ 4x അല്ലേ വരാം. അതേപോലെ 2Q² ഇവിടെ നമുക്ക് എക്സിന് പകരം Q ആവണമെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഡിഫറൻസിയേഷൻ്റെ ഫോർമുല ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ x വെച്ചിട്ടാണ് പഠിക്കുന്നത്. അവിടെ x എന്ന് പഠിക്കുന്നത് ഇവിടെ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനെ Q കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിഫറൻസിയേഷൻ, അപ്പോൾ d/dxന് പകരം നമ്മൾ എന്ത് ചെയ്തു, d/dq. d/dq എന്നുള്ള രൂപത്തിലാണ് എഴുതാം. ഈ രീതിയിൽ d/dq എന്നുള്ളത് നമ്മൾ എക്സ് ആയിട്ട് ഫംഗ്ഷനിൽ നമ്മൾ വേരിയബിൾ എക്സ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ d/dx എന്നാണ് പറയുക. ഇവിടെ നമ്മൾ Q ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ d/dq എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു Q² ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു Q² ഡിഫറൻസിയേഷൻ 2Q ആണ്. അപ്പോൾ 2 ഇൻറ്റു 2Q therefore 300 മൈനസ് 4Q1 എന്നുള്ള മാർജിനൽ റവന്യൂ ഫംഗ്ഷൻ വരും. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ മാർജിനൽ റവന്യൂ ഓഫ് ദി മാർക്കറ്റ് 2 നോക്കുകയാണെങ്കിൽ 200 Q2ൻ്റെ ഡിഫറൻസിയേഷൻ 200 വരും. ഇനി 2 Q² 2 ഇൻറ്റു Q² ഡിഫറൻസിയേഷൻ 2Q അഗെയിൻ 2 ഇൻറ്റു 2 4Q വരും. ഓക്കെ, അപ്പോൾ MR ഓഫ് ദി മാർക്കറ്റ് 1ഉം മാർക്കറ്റ് 2 ആയി അല്ലേ. ഇനി അടുത്ത ടോട്ടൽ കോസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാണ്. ടോട്ടൽ കോസ്റ്റ് = 5000 + 2Q.
എനിക്ക് 5000 എന്തായിട്ട് എടുക്കുകയാണ്, ഫിക്സഡ് കോസ്റ്റും 2Q എന്താണ് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് എങ്ങനെ ഇത് കിട്ടി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 500 വേണമെങ്കിൽ 5000 പകരം 500 എടുക്കണം, 500 എടുക്കാം, ഈവൻ 100 എടുക്കണം, 100 എടുക്കാം, 200 എടുക്കാം, 1000 എടുക്കാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. ഇവിടെ 2Qന് പകരമാണെങ്കിൽ 3Q 4Q 5Q 2Q² + 5Q അങ്ങനെയൊക്കെ എന്ത് വേണം എടുക്കാൻ, ഏറ്റവും എളുപ്പത്തിലുള്ള ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. ഓക്കെ, 5000 + 2Q. ഓക്കെ, ഒരു പോസിറ്റീവ് ആൻസർ കിട്ടുന്ന രൂപത്തിൽ ഒരു ഇത് എടുത്തതേ ഉള്ളൂ, 5000 + 2Q എന്നുള്ളത്. ദെൻ അപ്പോൾ ഇത് ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, പ്രോഫിറ്റ് മാക്സിമം ആവുന്നത് MR = MC ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർജിനൽ കോസ്റ്റ് എടുക്കുക, which is 5000 കോൺസ്റ്റന്റ് അല്ല, അപ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ 0 ആയിരിക്കും. ദെൻ 5000 ഡിഫറൻസിയേഷൻ 0 ആയിരിക്കും. ദെൻ 2Qൻ്റെ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും, d/dx ഓഫ് x = 1 ആണ് അല്ലേ. d/dx ഓഫ് 5x = എത്രയാണ്, 5 ആണ്. അപ്പോൾ 2Q = എന്തായിരിക്കും, 2 ആയിരിക്കും. നമ്മൾ ഓൾറെഡി ബേസിക് പഠിച്ചതാണ്. സോ ഡിഫറൻസിയേഷൻ ഓഫ് 2Q = എന്തായിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് = 2 കിട്ടി. നമുക്കറിയാം പ്രോഫിറ്റ് ഈസ് മാക്സിമം വെൻ MR = എന്താകുമ്പോഴാണ്, MC ആകുമ്പോഴാണ്. അതുകൊണ്ട് മാർക്കറ്റ് 1-ൽ നമ്മൾ ഫസ്റ്റത്തെ മാർജിനൽ റവന്യൂൻ്റെ ഫംഗ്ഷൻ എടുക്കുക. 300 - 4Q1 = എന്താണെന്ന് പറയുക, 2 ആണെന്ന് പറയാം. ബിക്കോസ് MR = എന്ത്, MC അല്ലേ. ഇൻ മാർക്കറ്റ് 1-ൽ നമ്മൾ MR = MC എന്നുള്ളത് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ദെൻ അതുവഴി നമുക്ക് 300 ഈ ഒരു 2 ഇങ്ങോട്ട് പോകും, -4Q ഇങ്ങോട്ട് പോകുമ്പോൾ 300 - 2 = 4Q1 കിട്ടും. therefore 300 - 2 എന്ന് പറയുമ്പോൾ 298 = 4Q1. സോ Q1 = 4 താഴോട്ട് വരാം, 298 / 4 = 74.5 കിട്ടും. ഓക്കെ, അപ്പോൾ 74.5 യൂണിറ്റ് ആണ്. സോ മാർക്കറ്റ് 1-ലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ അനുസരിച്ച് when MR = MC മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് 1-ൽ 74.5 ആയിരിക്കും. ഇനി മാർക്കറ്റ് 2-ൽ അതുപോലെ തന്നെ MR = MC ഇക്വേറ്റ് ചെയ്യുക. മാർക്കറ്റ് 2-ൻ്റെ MR എന്ന് പറയുന്നത് 200 - 4Q2 ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. മാർജിനൽ റവന്യൂ ഓഫ് മാർക്കറ്റ് 2 = മാർജിനൽ കോസ്റ്റ് 2 ആണ്. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ -4Q2 ഇങ്ങോട്ട് പോകും. സോ 200 - 2 = 4Q2. അപ്പോൾ 198 = 4Q2. therefore Q2 = 198 / 4 49.5. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റ് 1-ൻ്റെയും അതുപോലെ തന്നെ മാർക്കറ്റ് 2-ൻ്റെയും എന്ത് കിട്ടി, ക്വാണ്ടിറ്റി കിട്ടി അല്ലേ. സോ നമുക്കറിയാം ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ആണ് എന്തെന്ന് പറയുന്നത്, ടോട്ടൽ റവന്യൂ. അപ്പോൾ വൺസ് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ റവന്യൂ കിട്ടൂലേ. therefore മാക്സിമം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ആണ്. ഇനി എന്താണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്, ഇവിടെ 2 മാർക്കറ്റ് ഉള്ളതുകൊണ്ട് ടോട്ടൽ റവന്യൂ ഓഫ് മാർക്കറ്റ് 1-ഉം ടോട്ടൽ റവന്യൂ ഓഫ് മാർക്കറ്റ് 2 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ടോട്ടൽ ആ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ കിട്ടുന്നത് അല്ലേ. കാരണം ഇവിടെ 2 മാർക്കറ്റിലാണ് സെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോണോപോളിസ്റ്റിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഒറ്റ ഇത് ഉണ്ടാവുള്ളൂ. പക്ഷേ റവന്യൂ 2 മാർക്കറ്റ് ഉള്ളതുകൊണ്ട് റവന്യൂ 1 ഉണ്ടാവും, റവന്യൂ 2 ഉണ്ടായിരിക്കും. therefore TR1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. TR1 അത് മാർക്കറ്റ് 1-ൻ്റെ ടോട്ടൽ റവന്യൂ. മാർക്കറ്റ് 1-ൻ്റെ ടോട്ടൽ റവന്യൂ വെച്ചാൽ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ. സോ ക്വാണ്ടിറ്റി എത്രയാണ്, 74.5 അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു TR ഫംഗ്ഷനോട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. TR ഫംഗ്ഷനോട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 300 Q1 - 2Q1² അല്ലേ, 2Q1². അപ്പോൾ മാർക്കറ്റ് 1-ൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് 74.5 കിട്ടിയില്ലേ. അപ്പോൾ ഈ Q എന്നുള്ളിടത്തൊക്കെ എന്ത് ചെയ്യുക, 74.5 എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 300 × 74.5 - 2Q1² എന്നുള്ളത് 2 × Q1-ൻ്റെ അവിടെ 74.5² എടുക്കുക. അങ്ങനെ സൊല്യൂഷൻ എടുത്ത് വരുമ്പോൾ നമുക്ക് 11,249.5 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ടോട്ടൽ റവന്യൂ ഓഫ് ദി മാർക്കറ്റ് 1. അതേപോലെ തന്നെ ടോട്ടൽ റവന്യൂ ഓഫ് ദി മാർക്കറ്റ് 2 എന്ന് പറയുന്നത് TR2. ദാറ്റ് ഈസ് നമ്മൾ മാർക്കറ്റ് TR2-ൻ്റെ ഫംഗ്ഷൻ, ടോട്ടൽ റവന്യൂ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു 200 Q2 - 2Q2² എന്നുള്ളത്. ഇവിടെ Q2-ൻ്റെ അവിടെ എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി 2-ൻ്റെ അവിടെ നമ്മൾ 49.5 അല്ലേ നമുക്ക് കിട്ടിയത് അല്ലേ. 49.5 ആണ് മാർക്കറ്റ് 2-ൻ്റെ ക്വാണ്ടിറ്റി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. therefore 200 × 49.5 ഇനി -2 × 49.5² കൊടുക്കാം. Q2² ഉള്ളതുകൊണ്ട് then അതിൻ്റെ ആൻസർ വരുമ്പോൾ 4999.5. അപ്പോൾ ഇതാണ് ടോട്ടൽ റവന്യൂ ഓഫ് മാർക്കറ്റ് 1, ഇത് ടോട്ടൽ റവന്യൂ ഓഫ് മാർക്കറ്റ് 2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ എന്ത് കിട്ടും, ടോട്ടൽ റവന്യൂ കിട്ടും അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ ടോട്ടൽ റവന്യൂ = ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. = 16,249 ടോട്ടൽ റവന്യൂ വരുന്നത്. നമ്മളോട് ചോദിച്ചുള്ളത് മാക്സിമം പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതാണ്. പ്രോഫിറ്റ് = റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് അല്ലേ. നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സ്റ്റെപ്പിൽ ടോട്ടൽ കോസ്റ്റ് = 5000 + 2Q എന്നുള്ളത് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് ഫംഗ്ഷനിലെ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർക്കറ്റ് 1-ലോട്ടും 2-ലോട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ സ്ഥലത്ത് നിന്നാണല്ലേ. അവിടുത്തെ ക്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഫംഗ്ഷന്റെ ക്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് 1ന്റെ ക്വാണ്ടിറ്റി പ്ലസ് മാർക്കറ്റ് 2ന്റെ ക്വാണ്ടിറ്റി ആയിരിക്കും. ആണ് ഇവിടുത്തെ ക്യൂ ഈസ് ഈക്വൽ ടു Q1 പ്ലസ് എന്താണ് Q2 ആണ്. ഈ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ അസ്യൂം ചെയ്തതാണ്. അപ്പോൾ Q1 പ്ലസ് Q2 എന്ന് പറയുന്നത് 74.5 49.5 കൂടുമ്പോൾ 124 നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്തെടുക്കുക. ഇവിടെ 124 നമുക്ക് ആൻസർ വരും. ദെർഫോർ കോസ്റ്റ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5000 ഫിക്സഡ് കോസ്റ്റ് ആണ്. ദെർഫോർ 5000 പ്ലസ് 2Q എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് ആണ്. 2 ഇൻറ്റു ക്വാണ്ടിറ്റി. സോ 2 ഇൻറ്റു ക്വാണ്ടിറ്റി 124 വരും. ദെർഫോർ 2 ഇൻറ്റു 124 248 വരും. പ്ലസ് ഫിക്സഡ് കോസ്റ്റ് 5000. ടോട്ടൽ കോസ്റ്റ് കംസ് ടു 5248 വരും. Then once maximum profit ചോദിച്ചുകൊണ്ട് therefore maximum profit is equal to total revenue minus total cost. So substitute ചെയ്യാൻ നമ്പർ 16,249 മൈനസ് 5,248 ആൻസർ 11,001. ഓക്കെ, സോ 11,001 റുപ്പിയാണ് നമ്മൾ എന്ത് വരാം മാക്സിമം പ്രോഫിറ്റ് വരുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആണെങ്കിൽ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാവുന്ന വേറെ ഒന്നുമല്ല, കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടില്ല. അപ്പോൾ പ്രോഫിറ്റ് അറിയണമെങ്കിൽ നമുക്ക് കോസ്റ്റ് ഫംഗ്ഷൻ അസ്യൂം ചെയ്തേ പറ്റൂ. അപ്പോൾ ജസ്റ്റ് എന്ത് അസംഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ചെയ്തു നോക്കാം. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല, ബേസിക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഒരു കോസ്റ്റ് ഫംഗ്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഉണ്ടാവുക. ഓക്കെ.